നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈഗിളിൻ്റെ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ഇന്ന് തേർഡ് പാർട്ടാണ്, ഫൈനൽ പാർട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ അതിൻ്റെ ഔട്ട്ലൈനും സെക്കൻഡ് പാർട്ടിൽ അതിൻ്റെ ഹെഡിൻ്റെ പോർഷൻ ഷെയ്ഡിങ്ങും ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബോഡിയുടെ പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ മേലത്തെ അപേക്ഷിച്ച് താഴെ കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡാണ് ഉള്ളത്. പിന്നെ ചെറിയ ചെറിയ ഒരു തൂവലിൻ്റെ പോർഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കണം. പിന്നെ ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിലും അവിടെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വരുന്നുണ്ട്. ആ ഒരു ചെറിയൻ്റെ പോർഷൻ്റെ താഴ്ഭാഗത്തൊക്കെ നല്ല ഡാർക്കായിട്ടുള്ള ചെറിയൻ്റെ ഷാഡോസ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് ലൈറ്റ് മിഡ് ടൂൺ എല്ലാം വരുന്നുണ്ട്. ഹൈലൈറ്റ് എല്ലാം തീർച്ചയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോർഷൻ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഈഗിളിൻ്റെ താഴത്തെ പോർഷൻ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഈഗിളിൻ്റെ ബോഡിയുടെ പോർഷൻ ഒരു ബേസ് ടൂണാണ് കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ലൈറ്റ് പെൻസിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു 2B പെൻസിൽ യൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് HB 2B രണ്ടിൽ ഏത് പെൻസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഫ്ലാറ്റായിട്ട് എല്ലാവിടെയും ഒരു ബേസ് ടൂൺ കൊടുക്കുകയാണ്. എന്തിനാണ് ഒരു ബേസ് ടോൺ ഫുള്ളായിട്ട് ആദ്യം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ പോർഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാവരുടെയും ഫ്ലാറ്റായിട്ട് ഒരു ഡാർക്ക് ടൂണ് വരുന്നുണ്ട്. മേലത്തെ അപേക്ഷിച്ച് നല്ലൊരു ഡാർക്കായിട്ടുള്ള ടൂണ് ടോട്ടലി വരുന്നുണ്ട്. ഒരു ബേസ് ടോൺ ടോട്ടലി വരുന്നുണ്ട്. അപ്പോൾ ഒരു ബേസ് ടോൺ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു ടൂണ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഫ്ലാറ്റായിട്ട് ഒരു ബേസ് ടോൺ ഇതേപോലെ കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ തൂവൽ വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഈവണായിട്ട് ഇതേപോലെ ഒരു ബേസ് ടോൺ കൊടുക്കുകയാണ് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബോഡിയുടെ പോർഷൻ ഫുള്ളായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വരുന്നുണ്ടല്ലോ, അത് ചിറകിൻ്റെ താഴത്തെ ഭാഗത്ത് അതിൻ്റെ ചിറകിൻ്റെ ഷാഡോസ് വരുന്നുണ്ട്. ഒരു ഷാഡോസ് ഞാൻ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ മുകളിലെ ബാക്കിലെ പോർഷൻ കുറച്ച് കാണുന്നുണ്ട്, ബോഡിയുടെ പോർഷൻ കാണുന്നുണ്ട്. അവിടെ ഞാൻ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. താഴോട്ട് പോകുന്ന സമയത്ത് ഷെയ്ഡ് താഴോട്ട് പോകുന്ന സമയത്ത് ഒന്ന് ബ്ലറായിട്ട് ലൈറ്റായിട്ട് പോയി അവസാനിക്കുന്നത് പോലെയാണ്. അപ്പോൾ താഴ്ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ലൈറ്റായിട്ട് ചെയ്യണം. ഇനി ഡാർക്ക് ടൂൺ വരുന്ന ഭാഗം, അതായത് ഷാഡോസ് വരുന്ന ഭാഗത്തെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഷാഡോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷാഡോസിൻ്റെ ഭാഗത്തെല്ലാം ഡാർക്കായിട്ട് ഷാഡോ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തൂവലിൻ്റെ താഴ്ഭാഗത്ത് ഷാഡോ വരുന്നുണ്ട്. രണ്ട് ചിറകിൻ്റെയും താഴ്ഭാഗത്തായിട്ടും ഷാഡോസ് വരുന്നുണ്ട്. രണ്ട് സൈഡിലും ഷാഡോസ് തോന്നിക്കുന്ന രീതിയിൽ ഞാൻ ഇതേപോലെ ഡാർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മേലെയുള്ള തൂവലിൻ്റെ താഴ്ഭാഗത്തും അതിൻ്റെ ഷാഡോ വരുന്ന ഭാഗത്തെല്ലാം ഏറ്റവും ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ്സ് വരുന്ന എല്ലാവിടെയും ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു ഷെയ്ഡ് അതേപോലെ ഇവിടെ കോപ്പി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡാർക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് ചിറകിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 6Bയോ 8Bയോ എന്നീ പെൻസിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എന്നിട്ട് ബാക്കിലായിട്ട് കാണുന്ന ഒരു ചെറിയ ചിറകിൻ്റെ പോർഷൻ വളരെ ലൈറ്റായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ടെക്സ്ചറൊക്കെ വിസിബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. അവിടെ അധികം ഡീറ്റെയിൽ ഇല്ല, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ ചെറിയ ചിറകിൻ്റെ ഒരു പാറ്റേൺ ഒക്കെയാണ് അവിടെ വരുന്നത്. അത് ഞാൻ അതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള പോർഷൻസ് എല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് റെഫറൻസ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. റെഫറൻസിൽ വരുന്ന ഓരോ പാറ്റേൺ, അതിൻ്റെ ഷേപ്സ്, ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് അതെല്ലാം നോക്കി കറക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ബോഡിയിലെ ഓരോരോ തൂവലിൻ്റെ ചെറിയ ചെറിയ തൂവലുണ്ടല്ലോ, അതിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കാം. അപ്പോൾ ഓരോരോ തൂവൽ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അതേപോലെ ഔട്ട്ലൈൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ഒരേപോലെ തന്നെ ആവണം എന്നില്ല. ആ ഒരു തൂവലിൻ്റെ ഡയറക്ഷൻ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. റെഫറൻസിൽ ആ തൂവലിരിക്കുന്ന ഡയറക്ഷൻ കുറച്ചൊന്നിങ്ങനെ വളഞ്ഞിട്ട് ആ ഒരു ബോഡിയുടെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വളരെ ലൈറ്റായിട്ടൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് ഓരോ തൂവലും ഇതേപോലെ സെപ്പറേറ്റ് എടുത്ത് വരയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഒരു ബേസ് ടോൺ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ എഫക്റ്റ് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തു, അതായത് ഷാഡോസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഓരോ തൂവലും വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ തൂവലിൻ്റെ ഷേപ്പ് നോക്കി അതേപോലെ 1 by 1 ആയിട്ട് സെപ്പറേറ്റ് വരച്ചെടുക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ.
അതിൻ്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡിയിലെ തൂവൽ നിൽക്കുന്ന സമയത്ത് ഓരോ തൂവലിൻ്റെയും ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഷേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിയ ശേഷം റെഫറൻസ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത ശേഷം മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. ഒരു തൂവലിൻ്റെ ഡയറക്ഷനാണ് ഈഗിളിൻ്റെ ബോഡിയുടെ ഷേപ്പ് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡയറക്ഷൻ കറക്റ്റായിട്ട് തന്നെ നമ്മൾ വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓരോ തൂവലും ബാക്ക് ടു ബാക്ക് താഴ്ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷനിലാണ് ഉള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഔട്ട്ലൈൻ വരച്ചെടുക്കേണ്ടത് കേട്ടോ. ശേഷം നമുക്ക് ഓരോ തൂവലായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓരോ തൂവലിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഞാൻ താഴ്ന്ന് മുകളിലോട്ട് ഇങ്ങനെ ലൈൻസ് പാരലൽ ഹാച്ചിങ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ കോണ്ടൂർ ഹാച്ചിങ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് തൂവലിൻ്റെ ഷേപ്പിന് അനുസരിച്ചിട്ട് ലൈൻസ് ഇട്ടിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്, ഹാച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ സിംപ്ലി കോണ്ടൂർ ഹാച്ചിങ് എന്ന് പറയാം. സ്ട്രൈറ്റ് ലൈനല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓരോ തൂവലും കുറച്ച് ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ പാരലൽ ഹാച്ചിങ് പ്ലസ് കോണ്ടൂർ ഹാച്ചിങ്, ഈ ഒരു 2 ഷെയ്ഡ് മെത്തേഡും ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ തൂവലും നമ്മൾ നേരത്തെ ഔട്ട്ലൈൻ വരച്ച ഓരോ തൂവലിൻ്റെ മുകളിലും കോണ്ടൂർ ഹാച്ചിങ് പ്ലസ് പാരൽ ഹാച്ചിങ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് അതേപോലെ ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഒരു തൂവലിൻ്റെ ഷേപ്പ് നമുക്ക് അവിടെ കിട്ടി. എന്നിട്ട് അതിന് ഷാഡോസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഓരോ തൂവൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് താഴത്ത് അതിൻ്റെ ഷാഡോസ് വരുമല്ലോ. ഒരു സാധനത്തിൻ്റെ മുകളിലായിട്ട് ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബോഡിയുടെ മുകളിൽ തൂവൽ നിൽക്കുന്ന സമയത്ത് ഒരു തൂവലിൻ്റെ ഷാഡോസ് ഒരു ബോഡിയിലോട്ട് വീഴുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു തൂവലിൻ്റെ മുകളിലാണ് മറ്റേ തൂവൽ നിൽക്കണമെങ്കിൽ മുകളിൽ നിൽക്കുന്ന തൂവലിൻ്റെ ഷാഡോ അതിൻ്റെ തൊട്ട് താഴെയുള്ള തൂവലിലോട്ട് വീഴുന്നുണ്ടായിരിക്കും. ഓക്കെ, ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും ഏറ്റവും മുകളിൽ നിൽക്കുന്നതിൻ്റെ ഷാഡോ താഴ്ഭാഗത്ത് ഉണ്ടായിരിക്കും. ലൈറ്റിൻ്റെ ഒരു ഡയറക്ഷൻ അനുസരിച്ച് അതിൽ ചെറിയ മാറ്റങ്ങൾ വരാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷാഡോസ് ആണ് ഈ ഒരു സ്റ്റെപ്പിൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോ തൂവലിൻ്റെയും സെപ്പറേറ്റ് എടുത്ത് ഞാൻ ഷാഡോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. റെഫറൻസ് നോക്കിയിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇറേസർ യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് വളരെ ലൈറ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഫ്ലാറ്റ് ആയിട്ടല്ലേ ഷെയ്ഡ് ചെയ്തപ്പോൾ വൈറ്റ് ഗ്യാപ്പെല്ലാം കവറായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരു ചിറകിൻ്റെ പോർഷൻ ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയുടെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ചിറകിൻ്റെ പോർഷൻ ചെയ്യാം. ചിറകിൻ്റെ പോർഷനിലും നമ്മൾ ആദ്യം ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യുകയാണ്, നമ്മളൊരു ബേസ് ടോൺ കൊടുക്കുകയാണ്. എന്നിട്ട് തൂവൽ വരയ്ക്കും, ഷെയ്ഡ് ചെയ്തെടുക്കും. നമ്മൾ ഇപ്പോഴത്തെ ചെയ്ത സെയിം പ്രോസസ്സിന് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് ഒരു ബേസ് ടോൺ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ബേസ് ടോൺ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ചിറക് താഴത്തെ ഒരു ബോഡീനേക്കാളും കുറച്ചും കൂടി ലൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അത്രയും ഡാർക്ക്നെസ് ഫീൽ ഇല്ല. പിന്നെ അതിൽ ഷെയ്ഡ് ഡിഫറൻസ് വരുന്നുണ്ട്. ചിറകിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. താഴ്ഭാഗത്തോട്ട് ചിറക് ഇങ്ങനെ മടങ്ങിയിരിക്കുന്നത് കൊണ്ട് താഴ്ഭാഗത്തോട്ട് അതിൻ്റെ ഷാഡോസ് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് ഡിഫറൻസ് ഈ ഒരു ബേസ് ടോണിൽ തന്നെ ഞാൻ ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മുകൾ ഭാഗത്ത് കുറച്ച് ലൈറ്റ് ടൂണും താഴ്ഭാഗത്തോട്ട് വരുന്ന സമയത്ത് കുറച്ചൊരു മിഡിൽ ടോൺ ഡാർക്ക് ടോണൊക്കെ അതേപോലെ തന്നെ കൊടുത്ത് ഒരു ഷെയ്ഡ് ഡിഫറൻസ് കൊണ്ടുവന്ന ശേഷം ആണ് അതിൻ്റെ മുകളിൽ ഒരു തൂവലിൻ്റെ ഷേപ്പ് ഞാൻ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ചിറകിൻ്റെ ആ മുകൾ ഭാഗത്ത് ഈ ഒരു സൈഡ് കണ്ടോ, ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒരു ഷാഡോസ് വരുന്നുണ്ട്. ചിറകിൻ്റെ മുകൾ ഭാഗത്തും പിന്നെ ഈ ഒരു താഴ്ഭാഗത്തായിട്ടാണ് ഷാഡോസ് വരുന്നത്. അപ്പോൾ അതും അതേപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾക്കിനി എന്ത് ചെയ്യാം, ഓരോരോ പെറ്റൽസായിട്ട് ഓരോരോ തൂവലായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ചെറിയ തൂവലാണുള്ളത്. പിന്നെ താഴ്ഭാഗത്തോട്ട് വരുന്ന സമയത്ത് അതൊന്ന് വലുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ റെഫറൻസിൽ നോക്കിയിട്ട് ഓരോ തൂവലിൻ്റെ ഡയറക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. അതിൻ്റെ മുകളിലത്തെ ഡയറക്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായിരിക്കും. കുഞ്ഞു ചിറകാണുള്ളത്, കുഞ്ഞു തൂവലാണുള്ളത്. അതിങ്ങനെ മടങ്ങി ഇരിക്കുന്നുണ്ട്. ഒരു സൈഡിൽ
സൈഡിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സൈഡ് വളവുള്ള ചെറിയ വളവുള്ള ഒരു ഷേപ്പിലെ പോർഷൻ. ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് അതേപോലെ നോക്കി അതിൻ്റെ ഡയറക്ഷൻ നോക്കി അതേപോലെ തന്നെ വേണം നമ്മൾ വരച്ചെടുക്കാനായിട്ട്. അങ്ങനെ 1 ബൈ 1 ആയിട്ട് ഓരോന്നിൻ്റെയും ഷേപ്പ് നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുക്കണം. എങ്കിലാണ് ഇത് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമുക്ക് റെഫറൻസിലുള്ളത് പോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ ട്ടോ. അപ്പോൾ ഓരോ തൂവലിലെ പോർഷന് ഞാൻ എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് അതിൻ്റെ ഡയറക്ഷൻ നോക്കി മനസ്സിലാക്കി കറക്റ്റായിട്ട് ഇതേപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താഴോട്ട് വരുന്ന സമയത്ത് അത് ലൈറ്റിലോട്ട് ബ്ലെൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ലൈറ്റായിട്ട് തന്നെ താഴോട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് അമർത്തി വരയ്ക്കരുത്, ലൈറ്റായിട്ട് വരയ്ക്കുക. താഴ്ഭാഗത്ത് വൈറ്റ് പേപ്പർ വൈറ്റിനോട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ തൂവലിൻ്റെ ഷേപ്പെല്ലാം വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഓരോ തൂവലും നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാരൽ ഹാച്ച് യൂസ് ചെയ്യുന്നുണ്ട്, വളവുള്ള തൂവലിനെല്ലാം കോണ്ടൂർ ഹാച്ചിങ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ 2 ഷെയ്ഡിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബോഡിയുടെ പോർഷൻ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ചിറകിൻ്റെ പോർഷൻ ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലാറ്റായിട്ട് ചെയ്യരുത്. എല്ലാ തൂവലും ഒരേപോലെയാണെന്ന് പറഞ്ഞിട്ട് എല്ലാം ഒരുമിച്ച് ഫ്ലാറ്റായിട്ട് ചെയ്യാനായിട്ട് പാടില്ല. എല്ലാറ്റിനും ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ട്. ഓരോ തൂവലിനും ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് ഉണ്ട്. ലൈറ്റ് ടൂൺ, മിഡ് ടൂണും അതിൻ്റെ ഡാർക്ക് ടൂൺ വരുന്നുണ്ട്, ഹൈലൈറ്റ് വരുന്നുണ്ട്, അതിൻ്റെ ഷാഡോസ് വരുന്നുണ്ട്, ലൈറ്റ് ഷാഡോസും ഡാർക്ക് ഷാഡോസും വരുന്നുണ്ട്. അപ്പോൾ ഓരോ തൂവലും സെപ്പറേറ്റ് എടുത്തിട്ട് തന്നെ നോക്കി മനസ്സിലാക്കിയിട്ട് റെഫറൻസ് നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കി ഓരോ തൂവലും സെപ്പറേറ്റ് തന്നെ വേണം ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. കാരണം ആ ഒരു ബോഡിയുടെ ഒരു ചിറകിൻ്റെ ഒക്കെ ഭംഗി എന്ന് പറയുന്ന ഓരോ തൂവലും ആണ്. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് എടുത്തിട്ട് തന്നെ വേണം നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഫറൻസിലുള്ളതുപോലെ ഓരോ തൂവലിൻ്റെയും ഡയറക്ഷൻ അതേപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. താഴോട്ട് വരുന്ന സമയത്ത് ഷെയ്ഡ് ലൈറ്റാക്കി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം താഴ്ഭാഗത്തോട്ട് നമ്മൾ വരുന്ന സമയത്ത് പേപ്പർ വൈറ്റിലോട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വേണം നമ്മുടെ നമ്മുടെ ഷെയ്ഡ്സ് ഇരിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇവിടെ കണ്ടിട്ട് മനസ്സിലാവും, ഞാൻ താഴോട്ട് വരുന്ന സമയത്ത് ഷെയ്ഡ് ഒന്ന് ലൈറ്റാക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഏതൊരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണെങ്കിലും അതിൻ്റെ വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂസ് കറക്റ്റായിട്ട് മനസ്സിലായിട്ട് നമ്മൾ ഷെയ്ഡിങ് പാർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഷെയ്ഡിങ് പാർട്ട് വളരെ അടിപൊളിയായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡാർക്ക് ടൂൺ വരുന്ന പോർഷൻ, അതായത് അതിൻ്റെ ഷാഡോസ് താഴ്ഭാഗത്തൊക്കെ വരുന്ന പോർഷൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. വളരെ ഈസിയാണ്. നമ്മളെ റെഫറൻസ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് ഓരോ തൂവലിൻ്റെയും ഡയറക്ഷൻ നോക്കി മനസ്സിലാക്കുക. പിന്നെ അതിൻ്റെ വാല്യൂസ് കറക്റ്റാക്കി നോക്കി മനസ്സിലാക്കുക. ഹൈലൈറ്റ് ഉണ്ടായിരിക്കും, ലൈറ്റ് ടൂൺ ഉണ്ടായിരിക്കും, മിഡിൽ ടൂൺ ഉണ്ടായിരിക്കും, ഡാർക്ക് ടൂൺ ഉണ്ടായിരിക്കും, അതിൻ്റെ ഷാഡോസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ റെഫറൻസിലുള്ളതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരു ഈഗിളിനെ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. പാർട്ട് 2 വീഡിയോയിൽ ഹെഡിൻ്റെ പോർഷൻ ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. പാർട്ട് 3 ഈ ഒരു വീഡിയോയിൽ ബോഡിയുടെ പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, കുറച്ച് ചെറിയ സ്റ്റെപ്പുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ മിനിമൽ ആയിട്ടുള്ള ടൂൾസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഈ ഒരു ഡ്രോയിങ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. എത്രത്തോളം നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ എത്രത്തോളം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നമ്മുടെ ഡ്രോയിങ് ഇമ്പ്രൂവ് ആവുന്നുണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. See you next video. Bye.